ഭാരവാഹികളോട് ഈ ലീഡർഷിപ്പിനോട് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഒരു നന്ദി നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ടെസ്റ്റ് ബാച്ച് 1-ൽപ്പെട്ട ആളുകൾ. നമുക്ക് സമയക്കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്ക് ചെറുതായിട്ട് പ്രോഗ്രാം പോകുന്നത് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിന്റെ ഒരു സെഷൻ, ഇനോഗ്രൽ സെഷൻ ആയിട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്ന മറ്റേ സെഷനിലേക്ക് പോകുന്നതായിരിക്കും. സോ എല്ലാവരും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പറ്റുന്ന ആളുകൾ, നമ്മൾ ട്രെയിനേഴ്സാണ്, ട്രെയിനേഴ്സ് ആരും ഒളിച്ചിരുന്നുകൊണ്ട് ആരും നമുക്ക് സ്ക്രീനിൽ പുറകിലിരുന്നുകൊണ്ട് ആരും ക്ലാസ് എടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് സെഷൻ കേൾക്കാൻ തയ്യാറായിട്ട് വന്ന ആളുകളെല്ലാം സ്ക്രീൻ ഓൺ ചെയ്തുകൊണ്ട് വരണം എന്ന് ആമുഖമായിട്ട് പറഞ്ഞോട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പതിയെ പറയാം. ഇതിലെ ആളുകൾക്ക് സ്വാഗതം പറയാനുള്ള ചെറിയൊരു ചുമതലയാണ് എനിക്കുള്ളത്. പോസിറ്റീവ് എമൗണ്ടിന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള അതിന്റെ ചെയർമാൻ, സെക്രട്ടറി, ട്രഷറർ, ജോയിന്റ് കൺവീനർ ഒക്കെ ഉണ്ട്. എല്ലാ ആളുകളും കൂടി ഉണ്ട്. ഞാൻ ആരും പേരെടുത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം സമയക്കുറവുള്ള കാരണം കൊണ്ടും. പിന്നെ മാത്രമല്ല, ഇത് നമ്മുടെ ഒരു സംഘടനാ സംവിധാനത്തിൽ നിൽക്കുന്ന ആളാണ്, പുറമേ നിന്ന് ആളുകളുണ്ടെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. വളരുക, വളർത്തുക, ആനന്ദിക്കുക എന്ന ആശയത്തോടെ രൂപം കൊണ്ട് ഈ സംഘടനയുടെ എനിക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞത്. അതിന് നേതൃത്വം കൊടുക്കുന്ന സ്റ്റേറ്റ് ലീഡർഷിപ്പിനെ ഈ ഒരു അവസരത്തിൽ സ്റ്റേറ്റ് STF ബാച്ച് 1-ലെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ലീഡർഷിപ്പിനോട് പ്രത്യേകം നന്ദിയും ഗ്രാറ്റിറ്റ്യൂഡും അതോടൊപ്പം തന്നെ അവർക്കുള്ള സന്തോഷം ഇതിനോടൊപ്പം ഗ്രാറ്റിറ്റ്യൂഡും പറയുകയാണ്. അതിന്റെ ഒഫീഷ്യലായിട്ട് ചടങ്ങ് സ്വാഗതം പറയാന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ചടങ്ങിന്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ പോസിറ്റീവ് കമ്പനിയുടെ ചെയർമാൻ അനിൽ സാറാണ്. സദാ പുഞ്ചിരി മാത്രം തൂയിക്കൊണ്ട് ഏത് സമയത്ത് വിളിച്ചാലും സന്തോഷത്തോടെ ശരി ചെയ്തോളൂ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു വരുന്ന ഒരു സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി ചെയർമാൻ. അദ്ദേഹം തൃശ്ശൂർക്കാരൻ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമുണ്ട്. സാറിനെ സ്നേഹപൂർവ്വം ഇതിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിന്റെ സെഷനിലെ ഒരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് സ്റ്റേറ്റ് കമ്മ്യൂണിറ്റിയുടെ നമ്മുടെ ഈ ഇനോഗ്രേഷൻ നടത്തുന്നത് നമ്മുടെ മെന്ററുമായിട്ടുള്ള ജോജോ മൈലാട് സാറാണ്. സാറ് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ബാച്ച് 1-ൽ നമ്മുടെ ഒരു 3 ദിവസം നമ്മളെ എല്ലാവിധ അസൈൻമെന്റും തന്നുകൊണ്ട് നമ്മളെ കൃത്യമായി മോണിറ്ററിംഗ് നടത്തിക്കൊണ്ട് നടത്തുന്ന നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിന്റെ മെന്ററും അതോടൊപ്പം നമ്മുടെ ചീഫ് ഫാക്കൽറ്റി ആയിട്ടുള്ള സാറാണ് ഈ പ്രോഗ്രാം ഒഫീഷ്യലി ആയിട്ട് നമ്മളെ ഇനോഗ്രേഷൻ ചെയ്യുന്നത്. സാറിന്റെ വാക്കുകൾക്ക് നമുക്ക് കേൾക്കാം. കാരണം നമ്മളെ ഒരു അടുത്ത ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ സംഘടിതമായ ശ്രമത്തിന് പുറകെ നടക്കുന്നത് സ്നേഹപൂർവ്വം ഹൃദയം ചേർത്ത് പിടിച്ചുകൊണ്ട് ജോജോ സാറിനെ സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ ഇനോഗ്രൽ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഞാൻ ബാക്കിയുള്ള ആളുകൾ എന്ന് പറയാവുന്ന കുറെ ആളുകളുണ്ട്. നമ്മുടെ ജനറൽ കൺവീനർ ബിജു സാറുണ്ട്. സാറിനെ ഔപചാരികമായ ചടങ്ങിന് പേര് സ്വാഗതം പറയുകയാണ്. നമ്മുടെ ഷർഷാദ്, അറിയാലോ, കഥകളുടെ രാജകുമാരൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഷർഷാദ് സാറുണ്ട്. സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. അതോടെ തന്നെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള കുറെ ആളുകൾ ഉണ്ട്. ബിനി സാറിന്റെ സ്റ്റേറ്റിന്റെ ട്രെയിനിങ്ങിന്റെ ഹെഡായിട്ട് ബിനി സാറുണ്ട്. നമ്മുടെ ജോയിന്റ് കൺവീനർ ആയിട്ട് പ്രസാദ് സാറുണ്ട്. ഞാൻ പേരെടുത്ത് ആരും പറയുന്നില്ല, കാരണം വെച്ചാൽ ചിലപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ രീതിയിൽ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ള എല്ലാ ആളുകളെയും അതോടൊപ്പം പ്രത്യേകിച്ച് സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ STF ബാച്ചിൽ 1-ൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും, അതെന്റെ സഹപ്രവർത്തകർ കൂടിയാണ്, കൂട്ടുകാർ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് അവരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സെഷൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നമ്മുടെ ബാച്ച് 1-ലുള്ള കുറച്ച് ആളുകൾ പുറമേ നിന്നുള്ള ആളുകളുണ്ടാവും. അപ്പൊ അവരെയും ഇതിന്റെ പേരിൽ ഔപചാരികമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അനിൽ സാറിനെ ക്ഷണിച്ചുകൊണ്ട് അനിൽ സാർ. താങ്ക് യു. നമ്മുടെ ചടങ്ങ് 9:10 അവസാനിപ്പിച്ചിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വേദിയിലെ എല്ലാവരെയും, പ്രത്യേകിച്ച് ഗോപാലകൃഷ്ണ സാർ ഇതിന്റെ കോർഡിനേറ്ററായിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു കോർഡിനേഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ പോസിറ്റീവ് കമ്മ്യൂണിന് വേണ്ടി അഭിനന്ദിക്കുന്നു. ഇന്ന് നമ്മുടെ പൈലറ്റ് ഫാക്കൽറ്റിയും ട്രെയിനേഴ്സ് മെന്ററുമായിട്ടുള്ള ജോജോ മൈലൂർ സാറാണ് ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റിലെ PST ബിജു രവീന്ദ്രൻ, ഷർഷാദ് സാർ, ഫാക്കൽറ്റിമാരായിട്ടുള്ള പ്രസാദ് സാർ, ബിനീഷ് സാർ, പ്രിയമുള്ള STF-ലെ സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഒന്നും പറയാനില്ല. പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു വലിയ ചുവടുവെപ്പാണ് സ്റ്റേറ്റ് ട്രെയിനിങ് ഫെല്ലോ എന്നുള്ളത്. അത് നമ്മൾ ആദ്യ ബാച്ച് ഗംഭീരമായിട്ട് നടത്തി. രണ്ടാമത്തെ ബാച്ച് മെയ് 17, 18, 19 2 STF ബാച്ചുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ലാഡറിലേക്ക് തിരിയും. ചാപ്റ്റർ ട്രെയിനിങ് ഫെല്ലോ, പ്രൊവിഷണൽ ട്രെയിനിങ് ഫെല്ലോ, പ്രൊവിൻഷ്യൽ ട്രെയിനിങ് ഫെല്ലോ, ഇങ്ങനെ ഈ 2 തലങ്ങൾ കൂടി 2 ലാഡർ കൂടി ഇതിന്റെ താഴെ വരും. അതുകൊണ്ട് ഈ ആദ്യത്തെ 2 ബാച്ചുകൾക്ക് മാത്രമേ ഈ ഒരു അസുലഭമായിട്ടുള്ള നിമിഷം ഉള്ളൂ, അല്ലെങ്കിൽ അസുലഭമായിട്ടുള്ള സന്ദർഭം ഉള്ളൂ എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. അത് കഴിഞ്ഞാൽ പിന്നീട് എല്ലാം ഈ ലാഡറിലൂടെ തന്നെയാണ് സ്റ്റേറ്റ് ട്രെയിനിങ് ഫെല്ലോ എന്നുള്ളൊരു നിലയിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഒരു ട്രെയിനിങ് അപ്ഡേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് ട്രെയിനിങ് സ്റ്റെപ്പ് എന്ന നിലയിൽ സ്റ്റേറ്റ് ട്രെയിനിങ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും അത്
ഈ ട്രെയിനേഴ്സിനെ നിരന്തരം ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മറ്റ് ചില ട്രെയിനിങ് സെഷനിലെല്ലാം പോയി അതിന്റെ ഫീഡ്ബാക്കുകളൊക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ STFന്റെ മാറ്റുരച്ചു നോക്കുമ്പോൾ അത് വളരെ മികവുള്ളതാണ് എന്നുള്ളത് വീണ്ടും വീണ്ടുമുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യവുമാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തത് അതിഗംഭീരമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അതിന്റെ ഫാക്കൽറ്റി ആയിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ വലിയ ആവേശമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി ആവശ്യപ്പെടുകയും അത് വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഞാൻ കൂടുതൽ വാക്കുകളൊന്നും പറയുന്നില്ല. ഉദ്ഘാടനത്തിനായിട്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം കളയേണ്ട. ഓർഷ സാറ് ജോജോ സാറിനെ വിളിച്ചു. സർ, നമ്മുടെ ST ബാച്ചിന്റെ ചീഫ് മെന്റർ പോസ്റ്റ് ഗവൺമെന്റ് ആദ്യ ചെയർമാനുമായിട്ട് ജോജോ സാർ സ്നേഹപൂർവ്വം ഇതിന്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. സർ, ഓവർ ടു സർ പ്ലീസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. പോസ്റ്റ് കമ്മ്യൂണിന്റെ സ്റ്റേറ്റ് ചെയർമാൻ അനിൽ സാർ, നമ്മുടെ ബിജു സാർ, അതുപോലെ തന്നെ ഷഷ സാർ, ഈ സ്റ്റെപ്പ് അതിന്റെ ആദ്യ മാസത്തെ കോർഡിനേറ്റർ ഗോപാലകൃഷ്ണ സാർ, ഇന്ന് ക്ലാസ് എടുക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ വിനീത മാം, മറ്റെല്ലാ പോസ്റ്റ് കമ്മ്യൂണിറ്റി സ്റ്റേറ്റ് ഡയറക്ടേഴ്സ്, സ്റ്റേറ്റ് ലീഡേഴ്സ്, STF സ്റ്റേറ്റ് ട്രെയിനിങ് ഫെലോസ്, പ്രിയമുള്ള പോസ്റ്റ് കമ്മ്യൂണിന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ പോസ്റ്റ് കമ്മ്യൂണിന്റെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെടാൻ സാധ്യതയുള്ള STF സ്റ്റേറ്റ് ട്രെയിനിങ് ഫെലോ, അത് കഴിഞ്ഞ് അവര് ട്രെയിനിങ് മേഖലയിൽ അവരുടെ പ്രതിഭ തെളിയിച്ചുകൊണ്ട് പല തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഡിസൈൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് അത് വളരെ വിജയകരമായ നല്ല ഫീഡ്ബാക്കുകളുടെ അകമ്പടിയോടുകൂടി വിജയകരമായി നടപ്പിലാക്കി വരുന്ന ഈ അസുലഭ നിമിഷത്തിൽ പരിശീലനം എന്ന് പറയുന്നത് നമ്മൾ പരിശീലിപ്പിച്ച് പുറത്തിറങ്ങി വന്ന് പണം വാങ്ങി പോകേണ്ട ഒരു പ്രോസസ് അല്ല. അത് അനുസ്യൂതം പരിവർത്തനത്തിന് വിധേയമാവേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് അഥവാ സ്റ്റേറ്റ് ട്രെയിനിങ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ലെഡ് ബൈ STF സ്റ്റേറ്റ് ട്രെയിനിങ് ഫെലോസ്. അപ്പൊ തീർച്ചയായും ഈ ഒരു പരിശീലന കളരിയിൽ എത്തിച്ചേരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ വയലാർ രാമവർമ്മയുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകം വായിക്കാൻ ഇടയായി. ആ പുസ്തകത്തിൽ നമുക്കറിയാം മലയാളത്തിൽ ഒരുപാട് പുതുമയാർന്ന കവിതകൾ ഈ പാട്ടുകൾ രചിച്ച ആളാണല്ലോ വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം വളരെ വലിപ്പത്തിൽ വളരെ ചെറുതായിരുന്നു, മനസ്സുകൊണ്ട് വലുതായിരുന്നു എങ്കിലും സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അവർ ചെറുപ്പത്തിൽ തന്നെ അപ്പൻ മരിച്ചുപോയി, അമ്മാവന്റെ ഒപ്പം അവനെ വളർത്തി. അമ്മാവൻ പരുക്കനായിരുന്നു, അവനെ പഠിക്കാൻ വിടാൻ അമ്മാവന് മടിയായിരുന്നു. എങ്കിലും അവനെ സ്കൂളിൽ അമ്മ കൊണ്ടുപോകുമ്പോൾ ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഇവന്റെ വലിപ്പം കണ്ടിട്ട് പറയുകയാണ്, ഇവനെ 1-ാം ക്ലാസ്സിൽ ചേർക്കാനുള്ള വലിപ്പമില്ല, അല്ലെങ്കിൽ ഇവനതിന് പ്രായമായിട്ടില്ല, ഇവൻ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ അമ്മ നിർബന്ധിക്കുന്നു, ഇവന് സ്കൂളിൽ പഠിക്കണം, ഇവൻ അതിനുള്ള പ്രാപ്തി ഉണ്ട് എന്ന് പറയുമ്പോൾ ഹെഡ് മാസ്റ്റർ ഈ കുട്ടിയോട്, വയലാർ രാമവർമ്മ എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ആ രാമൻ എന്ന് പറയപ്പെട്ട കുട്ടിയോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യുക, നീ എന്തെങ്കിലും ഒന്ന് എഴുതി കാണിക്കുക, നീ ഒരു നല്ല പഠിതാവാണ് എന്ന്, നിനക്ക് പഠിക്കാനുള്ള ഒന്നിൽ ചേരാനുള്ള യോഗ്യതയുണ്ട് എന്ന് പറയണമെങ്കിൽ നീ അത് പ്രൂവ് ചെയ്യണം. അങ്ങനെ അവന് സ്ലേറ്റ് എടുത്തു കൊടുത്തു, പെൻസിൽ എടുത്തു കൊടുത്തു, അവൻ എഴുതി. ആ എഴുതിയ വാക്ക് കണ്ട് ഹെഡ് മാസ്റ്റർ സ്തബ്ധനായി എന്നാണ് പറയുന്നത്. അപ്പൊ വാക്ക് മറ്റൊന്നുമല്ല, വസന്തം. നമ്മൾ പറയും പനയും ഒക്കെ പഠിച്ചു തുടങ്ങേണ്ട കുട്ടിക്കാലത്ത് അവൻ എഴുതിയ വാക്ക് എന്ന് പറയുന്നത് വസന്തം എന്നായിരുന്നു. വാ എന്ന് പറയുന്ന അക്ഷരമാല എവിടെയാണ് നമുക്കറിയാം, സായും എവിടെയാണ് നമുക്കറിയാം, പിന്നെ നായും കുനുപ്പും തായും വെച്ച് എന്തായും അവൻ എഴുതി, അങ്ങനെ വസന്തം. അപ്പൊ ഈ കഥ, ഈ ഒരു ജീവചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ പരിശീലനം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളിൽ വസന്തം വിരിയിക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വമാണ് പരിശീലകർക്കുള്ളത്. മനുഷ്യ മനസ്സുകളിൽ, മനുഷ്യ ഹൃദയങ്ങളിൽ വസന്തം ഉണ്ടാക്കുക, അത് വലിയൊരു ഉദ്യമമാണ്, ചരിത്രപരമായ ഉദ്യമമാണ്. ഇന്ന് നമുക്കറിയാം ഫേമസ്, നൊട്ടോറിയസ്, അല്ലെങ്കിൽ പ്രശസ്തൻ, അപ്രശസ്തൻ എന്നൊക്കെ കുപ്രസിദ്ധൻ എന്ന വാക്കുകളില്ല. അതിനപ്പുറത്തേക്കുള്ള വാക്ക് എന്ന് പറയുന്ന വൈറൽ എന്ന് പറയുന്ന ഒറ്റ പദത്താൽ ഇതെല്ലാം ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. വൈറൽ, അവൻ വൈറലായി എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അവൻ സുപ്രസിദ്ധനാണോ കുപ്രസിദ്ധനാണോ എന്ന്. ഈ ഒരു സന്ദർഭത്തിലാണ് പരിശീലനം എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ വസന്തം സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയ ആവണം എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തേണ്ടത്.
വസന്തകാലത്തിന് പല പ്രത്യേകതകളുണ്ട്. വസന്തം എന്ന് പറയുന്നത് വിരിയലിന്റെ കാലഘട്ടമാണ്. അത് അത് വിടർത്തലിന്റെ കാലഘട്ടമാണ്. അത് സുഗന്ധത്തിന്റെ കാലഘട്ടമാണ്. അത് പൂക്കാലത്തിന്റെ കാലഘട്ടമാണ്. അല്ലെ? അപ്പം അറിവിന്റെ ഒരു വിരിയൽ അവിടെ ഉണ്ടാവണം, നന്മയുടെ ഒരു വിടരൽ അവിടെ ഉണ്ടാവണം. അങ്ങനെ അറിവിന്റെ വിരിയലും നന്മയുടെ വിടരലും ഉണ്ടാകുമ്പോൾ ഒരു 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 അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വസന്തകാലം നമുക്ക് ചുറ്റും നമ്മളറിയാതെ സൃഷ്ടിക്കപ്പെടും. ആ കാലഘട്ടമാണ് നമ്മൾ ഈ പരിശീലകർ സ്വപ്നം കാണേണ്ടത്, പരിശീലകർ സാധ്യമാക്കേണ്ടത്. അപ്പൊ അങ്ങനെ സാധ്യമാകണമെങ്കിൽ വസന്തം വെറുതെ അങ്ങ് വരുന്നതൊന്നല്ല, അതിനൊരു കാലചക്രമുണ്ട്. പല ഋതുക്കളും കഴിഞ്ഞാണ് വസന്തകാലം എത്തുക എന്ന് നമുക്കറിയാം. അവിടെ ഒരു വേനലുണ്ടാവണം, അതിനുശേഷം ഒരു ഹേമന്തവും വേണം, പിന്നെ ഒരു ശൈത്യകാലവും വേണം. ഈ കാലങ്ങൾ കടന്നാൽ മാത്രമേ നമുക്ക് വസന്തത്തിന്റെ സൗഭാഗ്യത്തിലെത്താൻ കഴിയുള്ളൂ. അപ്പൊ വേനൽ ചില സാധ്യതകൾ ഒരുക്കുന്നുണ്ട്. വേനൽ വായനയ്ക്കുള്ള സാധ്യത ഒരുക്കുന്നുണ്ട്. വേനൽ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളുടെ കാലഘട്ടമാണ്. വേനലിൽ ചുറ്റി നടന്ന് നമുക്ക് കാഴ്ചകളും കാണാൻ കഴിയും. അങ്ങനെ വേനൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ന് പറയുന്നത് വന്യമായ വായനയുടെയും ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളിൽ നിന്നും ചില തരികൾ അടർത്തിയെടുക്കാനുള്ള സാധ്യതയും അതിനും അപ്പുറത്ത് ചുറ്റിക്കറങ്ങി നാട് കാണാനുള്ള ഒരു കാഴ്ചയുടെ സാധ്യതയും തുറന്നിടുന്നു. അങ്ങനെ വായനയും പിന്നീട് അനുഭവങ്ങളും അതിനുമപ്പുറം കാഴ്ചവട്ടങ്ങളുമായി നമ്മൾ പരിശീലകർ അരമുറുക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ഹേമന്തത്തിലെത്തും. ഹേമന്തം നമ്മെ പഠിപ്പിക്കുന്നത്, നമുക്കറിയാം കമ്പ്യൂട്ടർ സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഓൾട്ട് കൺട്രോൾ ഡിലീറ്റ് ആണ്. ഹേമന്തം നമ്മോട് പറയുന്നത്, ഹേമന്തം ഇല പൊഴിക്കും, ഹേമന്തം തൊലി പൊഴിക്കും. അങ്ങനെ ഇല പൊഴിക്കുന്നതും തൊലി പറിച്ചെറിയുന്നതുമായ ഹേമന്തത്തിൽ, ഹേമന്തകാലത്ത് ചെടികൾ ഇല പൊഴിക്കുന്നതും തൊലി പറിച്ചെറിയുന്നതും മറ്റൊന്നിനും വേണ്ടിയല്ല, മാറി വരുന്ന കാലത്തോട് സമരസപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പരിശീലകർ ചിലതൊക്കെ എടുത്തെറിയേണ്ടതായിട്ടുണ്ട്, പരിശീലകർ ചിലതൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒഴിവാക്കലും പറിച്ചെറിയലും ആവണം ഈ ഹേമന്തത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില ശീലങ്ങളാവാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവാം, മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ടാവാം. അങ്ങനെ കൺട്രോൾ ചെയ്ത്, ഓൾട്ടർ ചെയ്ത്, ഡിലീറ്റ് ചെയ്ത് ഹേമന്തകാലത്തിന്റെ സൗഭാഗ്യങ്ങൾ നമ്മൾ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശൈത്യത്തിലെത്തും. ശൈത്യത്തിൽ ചേർത്ത് നിർത്താനുള്ള ഒരു ആർത്തിയാണ് മനുഷ്യനുള്ളത്. കാരണം വളരെ കഠിനമായ ശീതകാലം, തണുപ്പ്, ആ തണുപ്പിനോട് ചെറുത്തു നിൽക്കണമെങ്കിൽ നമ്മൾ പുതപ്പിന് പുറത്ത് പുതപ്പ് ചേർത്ത് വെക്കണം. അപ്പം പരിശീലകർ വേനലിന്റെയും ഹേമന്തത്തിന്റെയും ഒക്കെ സൗഭാഗ്യങ്ങളെ ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നെ ശൈത്യം തുറന്നിടുന്ന ചില സാധ്യതകളെ ചേർത്ത് പിടിക്കുകയാണ്, അവസരങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ അവസരങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ സ്വാഭാവികമായും 2 വസന്തങ്ങൾ സാധ്യമാകും. ഒന്ന്, നമ്മുടെ പരിശീലന മേഖലയിലെ അവസരങ്ങളുടെ വസന്തം. മറ്റൊന്ന്, മനുഷ്യ ഹൃദയങ്ങൾ നമുക്ക് സാധ്യമാക്കാവുന്ന ഒരു വസന്തം. ആ ഒരു വസന്തം സാധ്യമാക്കാൻ STF കഴിഞ്ഞ സ്റ്റേറ്റ് ട്രെയിനിങ് ഫെലോസിനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ആൽബിൻ ടോഫ്ലർ എപ്പോഴും പറഞ്ഞു വെച്ചതുപോലെ തന്നെ 21st സെഞ്ചുറി ലിറ്ററസി മീൻസ് ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. അതെ, പരിശീലകർ ലേൺ ചെയ്യുക, അൺലേൺ ചെയ്യുക, റീലേൺ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പരിശീലനങ്ങൾ അതിമനോഹരങ്ങളായ ഏടുകളായി മാറ്റപ്പെടും. അങ്ങനെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് ട്രെയിനിങ് ഫ്ലോസിന്റെ ആദ്യത്തെ ബാച്ചിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് സ്റ്റേറ്റ് ട്രെയിനിങ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ഒരു വൻ വിജയമായി മാറട്ടെ. അതിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പരിശീലനമെടുത്ത് പരിശീലന കളരിയിൽ നല്ല രീതിയിൽ തേച്ചുമിനുക്കിയ ആയുധങ്ങളാക്കി നമുക്ക് പുറത്തിറങ്ങി ക്ലാസ് എടുക്കാൻ കഴിയുന്ന സമ്പന്നമായ മനസ്സും തിളക്കമാർന്ന ഹൃദയവുമുള്ളവരായി ഈ പരിശീലകർ മാറട്ടെ എന്നും, പ്രത്യേകിച്ച് ഇന്ന് ക്ലാസ് എടുക്കുന്ന വിനീത മാം, നമുക്കറിയാം കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് അതിൽ വിനീത മാമിനെ എടുത്ത് 1-2 കുട്ടികൾ ഫീഡ്ബാക്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ്. ഗോൾ സെറ്റിങ്ങിന്റെ ക്ലാസ് എടുത്ത് ആ കുട്ടികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച വിനീത ടീച്ചർ തീർച്ചയായും ഇന്ന് തകർക്കും. അപ്പം ടീച്ചറിന്റെ ക്ലാസ് കേൾക്കാനാണ് നമ്മളൊക്കെ വന്നിട്ടുള്ളത്. അപ്പം ടീച്ചർക്കും ഈ ഒരു പരിശീലനം മനോഹരമാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സ്റ്റെപ്പിന്റെ ആദ്യത്തെ ഈ എപ്പിസോഡ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോജു സർ. മനുഷ്യ മനസ്സുകളിൽ, ഹൃദയത്തിൽ
വസന്തം ചേർത്ത് പിടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ പ്രചോദനാത്മകമായ വാക്കുകൾ ഞങ്ങളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത സാറിന് പ്രത്യേകം നന്ദി സൂചിപ്പിക്കുകയാണ്. നമുക്ക് പ്രോഗ്രാമിലേക്ക് തന്നെ പോകില്ല സാർ, ഇനി വേറെ ആരെങ്കിലും സ്റ്റേറ്റിൽ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോഗ്രാമിന്റെ ഡയറക്ടർ നമ്മുടെ സിയോജ് സാറാണ്, ബാച്ച് 1-ലുള്ള. അദ്ദേഹം കോഴിക്കോട് മലപ്പുറം സ്കൂളിലെ ഒരു അധ്യാപകനാണ്. സ്റ്റേറ്റ് NSS സ്കൂൾ ഇതിന്റെ കോർഡിനേറ്ററാണ്, ട്രെയിനിങ് മേഖലയിൽ ചെയ്യുന്നു. അദ്ദേഹത്തെ നമ്മുടെ ട്രെയിനർ വിനീത മാമിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രോഗ്രാം ഡയറക്ടറെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഓവർ ടു സിജോയ് സർ പ്ലീസ്. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. വാം ഗുഡ് ഈവനിങ് ടു ഓൾ. സമയം നമുക്ക് കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. സ്റ്റേറ്റിലെയും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിനീത മാം, വിനീത PM നമ്മളുടെ STFന്റെ ആദ്യ ബാച്ചിൽ തന്നെ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊഴിക്കാട്ടുശ്ശേരി സ്വദേശിയാണ്. സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ NSDC മാസ്റ്റർ ട്രെയിനറും NLP പ്രോഗ്രാം പ്രാക്ടീഷണർ കൗൺസിലിംഗ് മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു ട്രെയിനിങ് മേഖലയുടെ ഉള്ളതുകൊണ്ട് തന്നെ സ്പാർക്ക് എന്ന ഒരു ട്രെയിനിങ് ഗ്രൂപ്പിലെ ഒരു വിനീത ടീച്ചർക്ക് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, റീഡിംഗ്, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ മേഖലകളിലൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഭർത്താവ് വീട്ടിൽ ദേവദത്തൻ ആണ്. സമയം ഒട്ടും കളയാതെ ഈ വസന്തം വിരിയിക്കാൻ വേണ്ടി ഞാൻ വിനീത മാമിനെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. നല്ല രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പൊ ആദ്യം തന്നെ STFനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ജോർജ് സാറ് പറഞ്ഞല്ലോ, വസന്തം തീർക്കണം, ആ ഒരു മനസ്സുമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഒത്തിരി പേർക്ക് വസന്തം പകർന്നു കൊടുക്കണം ട്രെയിനിങ് മേഖലയിലൂടെ. അപ്പൊ അതിന് പ്രാപ്തമാക്കിയ ഞങ്ങൾ ഓരോരുത്തരെയും STFലെ ഓരോ ഗുരുക്കന്മാരോടും പ്രത്യേകം പേരെടുത്ത് പറയുന്നില്ല, നന്ദി പറയുന്നു. അതുപോലെ എന്നെ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ നിൽക്കാൻ സഹായിച്ച ഒത്തിരി ഗുരുക്കന്മാരുണ്ട്. അതുപോലെ എൻ്റെ മാതാപിതാക്കള്, അധ്യാപകര്, അതുപോലെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത്, എന്നിലുള്ള കഴിവുകളെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന ഓരോരുത്തരോടും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അപ്പൊ ഇന്നത്തെ എൻ്റെ സെഷൻ പവർ ഹൗസ് ആണ്, അവർ പവർ ഹൗസ്. അപ്പൊ എന്താണ് പവർ ഹൗസ് എന്നുള്ളൊരു ആശങ്കയിലൊക്കെ ആയിരിക്കും അല്ലെ? മറ്റൊന്നുമല്ല, ഞാനൊരു ചെറിയൊരു ഗ്രാമം, ആ നല്ല മനോഹരമായ ഗ്രാമത്തില് ഒരിക്കല് ഒരു സന്യാസി വരാണ്. ആ സന്യാസി വന്നിട്ട് ഒരു നല്ല വലിയൊരു ക്ഷേത്രത്തിലെ വലിയൊരു ആൽമരത്തിന്റെ കീഴില് ആ സന്യാസി അവിടെ ഇരിപ്പുറപ്പിക്കുകയാണ്. അപ്പൊ ആ ഗ്രാമമാകുമ്പോ തന്നെ കുറേയധികം കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ ഗ്രാമപ്രദേശത്ത് കളിച്ചു നടക്കുന്നുണ്ട്. ചെറുപ്രായത്തിലുള്ള കുട്ടികളാണ്. ആ കുട്ടികൾ ഇങ്ങനെ അറിയാണ്, ഈ സന്യാസിയുടെ അടുത്ത് ചെന്നാല് സന്യാസിയിൽ നിന്ന് അനുഗ്രഹം കിട്ടും. അങ്ങനെ അനുഗ്രഹം കിട്ടിയാല് അവർക്ക് ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയെടുക്കാം എന്നുള്ള ഒരു കേട്ടുകേൾവിയിൽ നിന്ന് ഈ കുട്ടികൾ എല്ലാവരും കൂടി ആ സന്യാസിയുടെ അടുത്തേക്ക് ചെല്ലാം. അങ്ങനെ സന്യാസിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ മനോഹരമായ വലിയൊരു മരത്തിന്റെ താഴെയാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ ശാന്തമായി ആ സന്യാസി കണ്ണടച്ചങ്ങനെ ഇരിക്കുക. കുട്ടികൾ ചെന്നിട്ട് എല്ലാവരും ചെന്ന് കണ്ടപ്പോ ഒരു ഭയം തോന്നി. അപ്പൊ അതിലെ ഏറ്റവും പ്രായമുള്ള ഒരു കുട്ടി ഈ സന്യാസിനെ വിളിക്കുക. സന്യാസി സന്യാസി എന്ന് പതുക്കെ വിളിക്കുകയാണ്. സന്യാസി കേട്ടില്ല. വീണ്ടും വിളിക്കുകയാണ്, ഉറക്കെ വിളിച്ചു. സന്യാസി സന്യാസി എന്ന് ഉറക്കെ വിളിച്ചു. അപ്പോ ഈ സന്യാസി പതുക്കെ കണ്ണ് തുറക്കാണ്. അപ്പൊ മുന്നിൽ ഒരുപാട് കുട്ടികൾ നിൽക്കാണ്. അപ്പൊ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പൊ ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് സന്യാസിയുടെ അനുഗ്രഹം വേണം. അപ്പൊ ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹം? കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെല്ലാം, ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നേടിയെടുക്കണം, അതിനുള്ള അനുഗ്രഹം വേണ്ടെന്ന് പറഞ്ഞു. സന്യാസി ഒന്ന് ആലോചിച്ചു, ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ എല്ലാം അനുഗ്രഹിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പോകാം, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ സന്യാസിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു യാചകനും ഇരിക്കുന്നുണ്ടായിരുന്നു.
ഈ യാചകൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുട്ടികള് അനുഗ്രഹം നേടി ഇവരെല്ലാവരും പോയി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ കുട്ടികൾ വരാണ് ഈ സന്യാസിയുടെ അടുത്തേക്ക്. എന്നിട്ട് ഈ കുട്ടികൾ പറയുന്നു, ഒരുപാട് സ്നേഹത്തോടെ അവരോട് സന്യാസിയോട് പറയാണ്, ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഈ സന്യാസിയുടെ അല്ലെങ്കിൽ ഈ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതിന് നന്ദി അറിയിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അവർ നന്ദി പറഞ്ഞ് തിരിച്ച് പോയി. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ഈ യാചകൻ വന്നിട്ട് പറയാണ്, സന്യാസിയോട് ഇങ്ങനെ പറയാണ്, എന്നെയും ഗുരു അനുഗ്രഹിച്ചു, പക്ഷേ ഞാൻ ഇപ്പോഴും ഒരു യാചകനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. എന്താണ് സന്യാസി അല്ലെങ്കിൽ എന്താണ് ഗുരു എന്നെ ശരിക്കും അനുഗ്രഹിച്ചില്ലേ? അനുഗ്രഹിക്കാത്തത് കൊണ്ടാണോ ഞാൻ ഇന്നും ഈ നിലയ്ക്ക് നിൽക്കുന്നത് എന്ന്. ഇത് കേട്ട് സന്യാസി ഒരു അർത്ഥഗർഭമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എന്തായിരിക്കും ഒന്ന് പറയാമോ? എന്തിനായിരിക്കും അങ്ങനെ ചിരിച്ചത്? എന്തുകൊണ്ടായിരിക്കും ആ ഒരു ചിരി വന്നത്? ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കുട്ടികളെല്ലാം അവരാഗ്രഹിച്ച പോലെ അതെല്ലാം നേടി, പക്ഷേ നമ്മുടെ യാചകൻ അതേപടി അവിടെ തന്നെ നിൽക്കാണ്. എന്തായിരിക്കും അതിന് കാരണം? യാചകന്റേത് കുട്ടിമനസ്സല്ല. ഇങ്ങനെ ഈ യാചിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രം. അപ്പൊ അത് സാധ്യമായി. യാചകനുള്ളത് കുട്ടികളുടെ മനസ്സല്ല. അവിടെ ഒരു പരിശ്രമവും ഉണ്ടായിട്ടുണ്ടാവില്ല. അനുഗ്രഹിച്ചാൽ പോരാ, അനുഗ്രഹം ഉൾക്കൊള്ളാനുള്ള കുട്ടി മനസ്സ് യാചകനില്ല. കുട്ടികള് ആക്ഷൻ എടുത്തു. കുട്ടികള് ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. യാചകന്റെ മൈൻഡ് സെറ്റും കുട്ടികൾക്ക് അവർക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്. അതാണ് ഡിഫറൻസ്. അവിടെ തഥാസ്തു അതാ സംഭവിച്ചത്. അത് തന്നെ. അതായത് ഇവിടെ ഈ പറഞ്ഞതെല്ലാം അവിടെ നടന്നിട്ടുണ്ട്. എന്താണ്? കുട്ടിക്കും കൊടുത്തു അനുഗ്രഹം, യാചകനും കൊടുത്തു. പക്ഷെ കുട്ടികൾ എന്താണ്, ആ സന്യാസി പറഞ്ഞത് അതേപടി വിശ്വസിച്ചു. സന്യാസി പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ, എന്താഗ്രഹമാണോ അതെല്ലാം നടക്കുമെന്ന്. ആ വിശ്വാസത്തോടു കൂടി പോയി. പക്ഷെ യാചകനില് ആ വിശ്വാസം ഉണ്ടായില്ല. വിശ്വാസമില്ലാത്ത ആൾക്ക് അവരിൽ ഒന്നും പ്രവർത്തിച്ചില്ല. പക്ഷെ വിശ്വാസത്തോടു കൂടി പോയ കുട്ടികൾ അവരുടെ കഴിവുകൾ മാക്സിമം പ്രയോജനപ്പെടുത്തി അവര് ലൈഫിൽ വിജയിക്കുകയാണ്. അപ്പൊ അവിടെ ആ വിജയിക്കാനുള്ള കഴിവ് ഈ സന്യാസി അനുഗ്രഹിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവരിലുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ പവർ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ട് കൊണ്ടാണോ അവർ നേടിയത്? ഏതായിരിക്കും? തഥാസ്തു. അതായത് അവരിലുള്ള കഴിവുകള്, അവർക്ക് ഇന്ന കഴിവുകളുണ്ട്, എനിക്കിത് പറ്റും, ഞാനിത് ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്യും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അവര് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. അവരിലുള്ളിലുള്ള ആ പവർ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള നമ്മളിലും ഈ പറയുന്ന കഴിവുകളുണ്ട്. പക്ഷെ നമ്മൾ ആരെ പോലെയാണ്? കുട്ടികളെ പോലെയാണോ, യാചകന്റെ മനസ്സുമായിട്ടാണോ നമ്മളിരിക്കുന്നത്? കുട്ടികളെ പോലെ. വെരി ഗുഡ് അംബിയമ്മ, വെരി ഗുഡ്. അതായത് കുട്ടികളെ പോലെ നമ്മളിൽ ഒത്തിരി കഴിവുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് ഇറങ്ങിത്തിരിച്ചാൽ കുട്ടികളെ പോലെ എന്തും നേടിയെടുക്കാം. നമുക്ക് എന്ത് കാര്യവും എവിടെ വേണമെങ്കിലും. ജോജോ സാറ് പറഞ്ഞ പോലെ ഒത്തിരി പേരിലെ മനസ്സിലേക്ക് വസന്തങ്ങൾ വാരി വിതറാനായിട്ട് നമുക്ക് സാധിക്കും. ആ പവർ നമുക്ക് കിട്ടേണ്ടത് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് മാത്രമാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് നമ്മളിവിടെ പവർ ഹൗസ് എന്ന് പറയുന്നത്. പവർ ഹൗസിന്റെ പ്രത്യേകത എന്താ? എത്ര വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് പവർ എടുക്കാം, അല്ലെ? അതുപോലെ അത്രയ്ക്കും തീവ്രമായിട്ട് അത്രയ്ക്കും ആഴത്തില് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ പവർ ഹൗസ് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കണം. അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറയുന്നത്. ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ പവറുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഡിവൈൻ പവർ ആണ്. നമ്മുടെ മൈൻഡ് 2 തലങ്ങളായിട്ട് പറയാണ്, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും.
അതിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പിന്നെ സാധാരണ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ലോജിക്കായിട്ട് യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡിവൈൻ പവറാണ്. നമ്മൾ പറയൂലേ ദൈവം സഹായിച്ചാലൊക്കെ നടക്കും, അല്ലെങ്കിൽ ദൈവത്തിന് അത്രയും പവറാണ്. ആ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും ആ പവർ തന്നിട്ടുണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്. പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല, നമ്മളത് മനസ്സിലാക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ ഡിവൈൻ പവർ പോലെ തന്നെയാണ്, അൺലിമിറ്റഡ് ആണ്. നമ്മളാണ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് ലിമിറ്റ് വെക്കുന്നത്. നമ്മൾ ഓരോന്നിനും ലിമിറ്റ് വെക്കുക. എനിക്ക് ഇത്രേ പറ്റൂ, എനിക്ക് ഇതൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ, ഞാൻ ഇതൊക്കെ ചെയ്യുള്ളൂ, എനിക്ക് ഇതിനുള്ള കഴിവുള്ളൂ എന്ന് നമ്മൾ ലിമിറ്റ് വെക്കുകയാണ്. അതിന് പകരം അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതി നമ്മുടെ സ്വപ്നങ്ങളെ വലുതാക്കി വലുതാക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഒപ്പം ഈ പവർഫുൾ ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ കൂടെ നിൽക്കും. അതിന്റെ പ്രത്യേകം നമ്മൾ പറഞ്ഞു ഡിവൈൻ പവർ. അപ്പൊ ആ പവറും കൂടി നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ ലിമിറ്റില്ലാതെ നമ്മൾ ആഗ്രഹിച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും കുട്ടികളെ പോലെ നമുക്ക് എത്താൻ പറ്റും. പിന്നെ പറയുന്നത് 24 hours ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്, അല്ലെ? നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴാണ്? നമ്മുടെ ബോധതലത്തിൽ മാത്രമാണ്. സബ് കോൺഷ്യസ് മൈൻഡ് 24 hours വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓരോ ചിന്തകളും ഓരോ പ്രവൃത്തികളും എല്ലാം ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഫീഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഞാൻ ഇങ്ങനെയല്ലേ ചിന്തിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്കിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവാണ് ചിന്തിച്ചു പോകുന്നത് എങ്കിൽ, അതായത് നമ്മൾ പോസിറ്റീവായിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അതിന് നടപ്പിലാക്കി തരാൻ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് പറ്റും. പക്ഷെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള മോശം കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അതിനെ തന്നെ ആകർഷിച്ച് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഡിവൈൻ പവർ ഉപയോഗിച്ച് എന്താണോ നമ്മൾ നിരന്തരം ചിന്തിക്കുന്നത്, എന്താണോ നമ്മൾ നിരന്തരം പ്രവർത്തിക്കുന്നത്, അത് തന്നെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ തോട്ട്സിനെ എപ്പോഴും ഒരു കൺട്രോളിൽ നിർത്താം. 24 hours നമ്മൾ ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചിന്തിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അവിടെ പിന്നീട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത് നടപ്പിലാക്കാൻ വേണ്ടി. അപ്പൊ ആ സമയത്ത് കിടക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ രാവിലെ എണീക്കുന്നതിന് മുമ്പൊക്കെ നമ്മൾ നല്ല തോട്ട്സോട് കൂടി എണീറ്റാൽ അന്നത്തെ ദിവസം തന്നെ വളരെ നല്ലതായിരിക്കും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് 24 hours വർക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ ആക്ട് ലൈക്ക് സെർവന്റ്. നമുക്കറിയാലേ, ഒരു സെർവന്റിനോട് നമ്മൾ എന്തു പറഞ്ഞാലും അതനുസരിക്കും. അതുപോലെ തന്നെയാണ് അതിനൊരു മറുചോദ്യമില്ല, അല്ലെങ്കിൽ അത് എന്തിനാ ഇങ്ങനെ ചെയ്യണേ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താണോ പറയുന്നത്, എനിക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ് കോൺഷ്യസ് മൈൻഡ് എന്നെ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ അനുവദിക്കും. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്താണോ പറയുന്നത് അതിനെ നമ്മളിലേക്ക് നടപ്പിലാക്കി തരാ എന്നുള്ളതാണ്. അപ്പൊ അതൊരു സെർവന്റിനെ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം. പിന്നെ വരുന്നത് എന്താണ്? ക്രിയേറ്റീവാണ്. നമുക്ക് കൂടുതൽ ക്രിയേറ്റിവിറ്റി ഒക്കെ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാവരും നടക്കുന്ന വഴിയെ നടക്കാതെ നമ്മളുടേതായ ഒരു വേറിട്ട വഴി നമ്മൾ സ്വീകരിക്കാം, അതിലൂടെ നടക്കാൻ ശ്രമിക്കുക, ഒരു ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കുക. അതും നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്? ഒരു ലിമിറ്റേഷൻ ഇല്ല, സമയത്തിനോ കാലത്തിനോ ഒന്നും തന്നെ ഒരു ലിമിറ്റേഷൻ ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ്? ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അതെന്തുകൊണ്ട് അല്ലെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുക അങ്ങനെയുള്ള ഒരു ചോദ്യങ്ങളൊന്നുമില്ലാതെ നമ്മൾ പറയുന്നത് അതേപടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. പിന്നെ ഒരു പ്രത്യേകത എന്നുള്ളത്, സബ് കോൺഷ്യസ് മൈൻഡിന് എല്ലാ ഭാഷയും മനസ്സിലാവില്ല. നമുക്കറിയാലേ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇതൊക്കെ നമ്മൾ പറഞ്ഞ നമുക്ക് മലയാളം അറിയുന്നവർക്ക് മലയാളം ഭാഷയിലൂടെ സംസാരിച്ചാൽ അതെന്താണെന്ന് മനസ്സിലാവും. ഇപ്പൊ ഹിന്ദി അറിയുന്നവർക്ക് ഹിന്ദി ഭാഷയിലൂടെ സംസാരിച്ചാലാണ് മനസ്സിലാവുക. പക്ഷെ ഇവിടെ 2 ലാംഗ്വേജ് മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവൂ. അത് ഏതൊക്കെയാന്ന് ഒന്ന് പറയാമോ ആർക്കെങ്കിലും? സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാകുന്ന ഭാഷ ഏതാണെന്നുള്ളത്? ഇമേജ് സർ. എന്താണ് സർ? ഇമേജ്.
ഫീലിംഗ് ആണോ? ഇമേജ്. എന്താണ് സാർ? ഫീലിംഗ് ഫീലിംഗ് മനസ്സിലാവും, ഇമേജ് മനസ്സിലാവും, പിന്നെ സൗണ്ട് എന്താണ്? സൗണ്ട് സൗണ്ട്. ഓക്കെ. ഇതിൽ വരുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ സാറ് പറഞ്ഞ തന്നെ ഇമേജും അതേപോലെ തന്നെ ഫീലിംഗും, അതായത് വിഷ്വലൈസേഷൻ. നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിനെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേ, നമ്മൾ പറയില്ല ഒരു കാര്യങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വീഡിയോ കാണിക്കലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. അതുപോലെ വിഷ്വലൈസേഷൻ ആണ്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ ഒരു ഇതിലിരിക്കുന്ന ആരുടെങ്കിലും ഒരു ആഗ്രഹം, ഒരു വിഷ് പറയാൻ പറ്റുമോ? ഇനി അങ്ങോട്ട് എന്റെ ജീവിതത്തിൽ ഇന്ന ഒരു ആഗ്രഹം ഉണ്ട്, എന്താണെന്നൊന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? നല്ല ട്രെയിനർ ആവണം. ആരാണ് പറഞ്ഞത് സാർ? നിസാറാണ്. നിഷാദ് സാർ, വെരി ഗുഡ്. എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ, നല്ലൊരു ട്രെയിനർ ആവട്ടെ, നല്ലൊരു മികച്ച ട്രെയിനർ. അപ്പൊ ഈ മികച്ച ട്രെയിനർ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വിഷ്വലൈസേഷൻ കൊടുക്കണം. ഈ വിഷ്വലൈസേഷൻ കൊടുക്കാനായിട്ട് സാർ ചെയ്യേണ്ടത്, നമ്മൾ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, മാക്സിമം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. പിന്നെ ഇപ്പൊ നേരത്തെ ജോർജ് സാർ പറഞ്ഞിരുന്നു, എപ്പോഴും ജോർജ് സാർ തന്നെ പറയണമെന്ന് വിചാരിക്കില്ല, ആ കേട്ട കാര്യങ്ങൾ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തു. എന്താണ് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ, അവസരങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ ഞാനത് എത്തുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മനസ്സിലൊരു മൂവി പോലെ ഞാൻ കൊണ്ടുപോകും. ഞാൻ ക്ലാസ് എടുക്കുന്നതും ഇതുപോലെ മറ്റ് ട്രെയിനിങ്ങുകൾ എടുക്കുന്നതും, അപ്പോൾ അവിടെ ആ കുട്ടികൾ നമ്മളെ കേട്ടിരിക്കുന്നതും, ആ കുട്ടികൾ അത് കഴിഞ്ഞ് അവരത് മനസ്സിലാക്കുന്ന, അങ്ങനെ ഓരോ കാര്യങ്ങളിലും വിഷ്വലൈസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഫീൽ ചെയ്യും. നമ്മൾ ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും സംഭവിക്കാൻ പോണേ. പക്ഷെ അതിന് മുമ്പേ തന്നെ നമ്മൾ ആ ഒരു ലൈഫിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതായത് അന്ന് കിട്ടേണ്ട, ഒരു വർഷം കഴിഞ്ഞ് കിട്ടേണ്ട കാര്യം എനിക്കിപ്പോ പ്രസന്റിൽ ഞാൻ ഈ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടും എന്നുള്ളതാണ്. അതേ സന്തോഷം, അതേ ആ ഒരു ത്രില്ല്, ആ ഒരു എനർജി ഇപ്പൊ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അല്ലെ? നമുക്ക് പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ മോട്ടിവേഷനേക്കാൾ കൂടുതൽ പവർഫുൾ നമ്മുടെ ഇന്റേണൽ മോട്ടിവേഷൻ ആണ്. അപ്പൊ നമ്മുടെ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഫുൾ ഫീലിങ്ങോടുകൂടി, ഫുൾ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അതുപോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പല കാര്യങ്ങളും ചെയ്യും. ഇപ്പൊ ട്രെയിനിങ് എന്നല്ല, ഇപ്പോ കല്യാണം കഴിക്കാൻ പോകുന്നവര് അവരൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം എങ്ങനെയാണ്, നല്ലൊരു വൈഫ് വരുന്നു അല്ലെങ്കിൽ നല്ലൊരു ഹസ്ബൻഡ് വരുന്നു, അവർ ഒരുമിച്ച് ജീവിക്കുന്നു, മക്കൾ ഉണ്ടാകുന്നു, നല്ലൊരു വീട് വെക്കുന്നു, ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. അപ്പൊ അതെന്താണ്? ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഇമേജ് അല്ലെങ്കിൽ ആ പിക്ചറിനെ നമ്മളിലേക്ക് എത്തിക്കുക ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോലി കിട്ടണം, നല്ലൊരു ജോലി കിട്ടണം, അതിൽ പ്രൊമോഷൻ കിട്ടണം, പ്രൊമോഷൻ കിട്ടി നല്ല ജോലിയിലേക്ക് എത്തുന്നു, മറ്റുള്ളവരൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്താണോ നമ്മൾക്ക് ജീവിതത്തിൽ വേണ്ടത്, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾക്ക് ഇപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കും. അതാണ് ഇപ്പൊ ഒന്നാമത്തെ ഭാഷ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഏതായിരിക്കും എന്നറിയോ? രണ്ടാമത്തെ മനസ്സിലാകുന്ന ഭാഷ സബ് കോൺഷ്യസ് മൈൻഡിന് പറയാൻ പറ്റൂ? ആത്മവിശ്വാസം. ഓക്കെ. ആത്മവിശ്വാസം അത് നമ്മളുടെ ഒരു വിശ്വാസമാണ്. പക്ഷെ നമ്മൾ പറയുന്നത് വെരി ഗുഡ്, വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? സമീന എന്നാണ് എന്റെ പേര്. ഞാനൊക്കെ കേറാൻ പറഞ്ഞത്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അഫർമേഷൻ ഇതുപോലെ തന്നെ വളരെ പവർഫുൾ ആണ്. നമ്മൾ കൊടുക്കുകയാണ്, എനിക്ക് ഐ ക്യാൻ ഡു ഇറ്റ്, അല്ലെങ്കിൽ ഐ ആം ദ ബെസ്റ്റ്, അങ്ങനെയുള്ള അഫർമേഷൻ, എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്യും. അല്ലാതെ നമ്മൾ സംശയത്തോടുകൂടി എനിക്കിത് പറ്റുമോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കത് പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും അഫർമേഷൻ നമ്മളോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അത് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആവാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് നമ്മൾ ഇപ്പൊ കഴിഞ്ഞ കാലം എങ്ങനെയാണോ അതുമായി നമ്മൾ താരതമ്യം ചെയ്യണ്ട. നമ്മൾ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ പുതിയൊരാളായിട്ട് മാറാണ്. അപ്പൊ നമുക്ക് എന്താണ്, ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഈ അഫർമേഷൻ കുറെ കാര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമുക്ക് ഈവൻ തലവേദനയൊക്കെ വരുമല്ലോ.
തലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ബോഡി ഫിറ്റ് അല്ലാണ്ടാവുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ട്രൈ ചെയ്തത് ഇങ്ങനെയായിരുന്നു. എനിക്ക് ഇടയ്ക്കിട്ട് നല്ലപോലെ തലവേദന വരുമായിരുന്നു. ഇപ്പൊ വരണ എന്ന് കാണുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പറയും ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ ഇങ്ങനെ പറയും. അല്ലെങ്കിൽ ഐ ആം പെർഫെക്റ്റ്, ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നില് പെട്ടെന്ന് തന്നെ ആ വരാൻ പോകുന്ന തലവേദന ഒന്ന് ഡൗൺ ആവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇച്ചിരി കൂടി ഒന്ന് തലവേദനിക്കുന്നു എന്ന് തോന്നുമ്പോൾ വീണ്ടും കൊടുക്കും ഈ അഫർമേഷൻ, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ. ഇത് ഉറക്കെ വിളിച്ചൊന്നും പറയണ്ട, പതുക്കെ നമ്മുടെ മനസ്സിൽ പറഞ്ഞാൽ മതി. ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്തി, ഐ ആം സ്ട്രോങ്, ഐ ആം സ്ട്രോങ്. അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഒരു 5-6 മാസമായിട്ട് എനിക്ക് തലവേദന എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നേ ഇല്ല. ഇതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾക്കും അഫർമേഷൻ കൊടുക്കാം. ഒരു എക്സാമ്പിൾ, ഇപ്പൊ വലിയ കാര്യങ്ങൾ വേണ്ട. ഇപ്പൊ ഒരു ബസ്സിൽ, ഇപ്പൊ ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏറ്റവും ചെറിയൊരു കാര്യം എടുക്കാം. ഒരു ബസ്സിൽ കയറാൻ പോകുന്നു, നമ്മൾ എന്താ ചിന്തിക്കോ? ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കും, എനിക്കിന്ന് ഇരിക്കാൻ സീറ്റ് കിട്ടില്ല, അല്ലെ? നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടല്ലേ ബസ് കയറാൻ പോവുക? സാധാരണ നോർമല് അങ്ങനെയാണ്. പക്ഷെ ഒന്ന് മാറ്റി ചിന്തിക്കാം, നാളെ മുതലൊന്ന് ചിന്തിക്കാം. വെറുതെ എനിക്ക് ബസ്സിൽ കയറുമ്പോ അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് കിട്ടും, എനിക്ക് സീറ്റ് കിട്ടും, ഞാൻ ഇരുന്ന് പോകും, എനിക്ക് ആ തിക്കും തിരക്കിലൊന്നും പെടണ്ട എന്നുള്ള ഒരു അഫർമേഷൻ കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ബസ് കയറാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും 100% ഷുവർ ബസ്സിൽ സീറ്റ് കിട്ടിയിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു കാര്യത്തിന് പോവാൻ നിൽക്കണം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നിൽക്കണം. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ പാസ്റ്റിൽ എക്സ്പീരിയൻസ് എന്തായിരിക്കും? ഇന്ന് നടക്കില്ല, ഇന്ന് പോയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് ഇങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ നോർമൽ തോട്ട്. പക്ഷെ അതിനെ നമ്മൾ പൊളിച്ചടക്കാണ്, നമ്മൾ മാറ്റാണ്. അത്രയും പവർഫുൾ ആണെന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന അഫർമേഷൻ കൊടുക്കാം. എനിക്ക് ഇന്ന് അവിടെ പോയി കഴിഞ്ഞത് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാനിത് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ രീതിയിലുള്ള അഫർമേഷൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുമ്പോൾ എന്തായിരിക്കും? വലിയ കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് വലിയൊരു ഇൻഫ്ലുവൻസർ ട്രെയിനർ ആവാന്നുള്ളത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രചോദനമായിട്ടുള്ള ഒരു ട്രെയിനർ ആവണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും, അഫർമേഷൻ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടേക്ക് എത്തിയിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ആ പവർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലായാലേ അത് നമ്മളിലേക്ക് എത്തുള്ളൂ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയണേ. ഞാൻ പറയുന്ന കാര്യം അംബിക ടീച്ചറോട് പറയാണ്, ടീച്ചറെ എന്നെ ഒന്ന് നോക്കൂ, അല്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കൂ എന്ന് പറയുന്ന കാര്യം ടീച്ചർക്ക് മനസ്സിലായാലേ ടീച്ചർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ ടീച്ചറെ? അങ്ങനെയല്ലേ? അതെ, ഓക്കെ. ടീച്ചർക്ക് മനസ്സിലായാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മളിൽ വലിയൊരു പവർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ പവർ നമുക്ക് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കാം. പക്ഷേ നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവണം, അവിടെയാണ് വിജയം. നമ്മളിൽ ഈ പവർ ഉണ്ട്, പവറൊക്കെ കൊണ്ടാണ് നമ്മൾ നടക്കുന്നേ. പക്ഷെ ഇതിന് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് എന്താണോ വേണ്ടത് ആ വേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന സബ് കോൺഷ്യസ് മൈൻഡ് കൃത്യമായ ഭാഷയിൽ ഈ പറയുന്ന ഇമാജിനേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അഫർമേഷൻ കൊടുത്ത് നമുക്ക് നേടിയെടുക്കാം. പിന്നെ ഈ അഫർമേഷൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടിയും പറയാം. ഞാൻ പണ്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ എനിക്ക് അസുഖമൊന്നും ഇല്ലാതിരിക്കണേ, എൻ്റെ വീട്ടിലുള്ളവർക്ക് അസുഖം ഇല്ലാതിരിക്കണേ, അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നേ. പക്ഷെ അങ്ങനെ അസുഖം എന്നുള്ളത് ഒരു നെഗറ്റീവ് വേർഡാണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഗ്രാമർ അറിയില്ല. നമ്മൾക്ക് ഗ്രാമർ അറിയുന്നത് പോലെ നമ്മളെന്താ പറയണേ? അസുഖമൊന്നും ഇല്ലാതിരിക്കണേ. പക്ഷെ ഇല്ലാതിരിക്കണേ എന്നുള്ളത് കേൾക്കില്ല, അസുഖം എന്ന് മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ആ അസുഖം എന്നുള്ളത് നമ്മളിലേക്ക് ആകർഷിക്കുക ചെയ്യണം. അപ്പൊ ആ പ്രാർത്ഥനയിൽ വരെ മാറ്റം വരുത്തണം. എന്താണ്? നമ്മൾ എപ്പോഴും ആരോഗ്യമുള്ളവരായിരിക്കണേ. നമുക്ക് പിന്നെ നമ്മൾ എന്താ പ്രാർത്ഥിക്കാറ്? എന്നിലുള്ള കടങ്ങളൊക്കെ മാറണേ, എൻ്റെ ഈ ദാരിദ്ര്യമൊക്കെ മാറണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെ? പണ്ടൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ അതല്ല, അത് തെറ്റായ റോങ് ആണ്. നമ്മൾ ചെന്ന് എവിടെയാണോ അവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പൊ എന്താണ്? തഥാസ്തു, നേരത്തെ സാർ പറഞ്ഞിരുന്നു. അതായത് ദാരിദ്ര്യം അല്ലെങ്കിൽ കടം അത് തന്നെ നമ്മളിലേക്ക് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എത്തിക്കും. അതിന് പകരം എന്ത് പറയണം? എന്നില് സമ്പൽ സമൃദ്ധി ഉണ്ടാകണം, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവണം, ആരോഗ്യം ഉണ്ടാവണം. അതായത് പോസിറ്റീവ് വേർഡുകൾ തന്നെ പ്രാർത്ഥിക്കുമ്പോഴും പറയുമ്പോഴും എല്ലാം നമ്മൾ യൂസ് ചെയ്യാം.
അപ്പോൾ ആ ഗ്രാമർ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരും. ഇതെല്ലാമാണ് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഈ വലിയൊരു പവർ എന്ന് പറയുന്നത്. അത് നമ്മളിലുണ്ട്. ദൈവം എല്ലാം നമ്മളിലേക്ക് തന്നിട്ടുണ്ട്. ആ ഇത്രയും വലിയ പവറിനെ നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളുടെ വലിയ വലിയ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ ലക്ഷ്യങ്ങളും നടപ്പിലാകാൻ പറ്റാത്തത്. അപ്പൊ ഇന്ന് മുതൽ എന്താണോ നമ്മുടെ ആഗ്രഹം, ഇവിടെ ഇരിക്കുന്നവരുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനെ വിഷ്വലൈസ് ചെയ്യാം. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് മനസ്സിലാക്കണം. നമുക്ക് റിസൾട്ട് കിട്ടാതെ ഞാനൊരാൾ പറഞ്ഞു അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു വെച്ച് നമ്മൾ ചെയ്യില്ല അല്ലെ. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ ഓൺ ദി സ്പോട്ടിൽ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഇത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കൂടുതൽ വലിയ വലിയ റിസൾട്ടുകൾ ഉണ്ടാകും. അപ്പൊ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഇതിന്റെ പവർ നമ്മളിലേക്ക് കൂടുതൽ ആകർഷിച്ചു വരണമെങ്കിൽ നമ്മൾ രണ്ട് ലെവലിലായിരിക്കുന്നുണ്ട്. ഒന്ന് ഹൈ ഫ്രീക്വൻസി ലെവലില്, ഒന്ന് ലോ ഫ്രീക്വൻസി ലെവലാണ്. ഹൈ ഫ്രീക്വൻസി ലെവൽ എന്ന് വെച്ചാല് ഇപ്പൊ ആരാണോ എപ്പോഴും അവരിൽ എന്തൊക്കെ കിട്ടുന്നുവോ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. അതായത് നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ നമ്മളിലെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ചും കൂടി പവർഫുൾ ആവും. അല്ല നമ്മൾക്ക് എന്ത് കിട്ടിയാലും പോരാ, എനിക്കിത് പോരാ, ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. അതാ ഞാൻ ഇത്ര പറയണേ. എനിക്ക് പണ്ട് ഗ്രാറ്റിറ്റ്യൂഡ്, എനിക്ക് അങ്ങനെ ഒന്നും കഴിവില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാനൊന്നും പോരാ, എന്നെ ഭംഗിയില്ല, അല്ലെങ്കിൽ അങ്ങനെ കുറേ നെഗറ്റീവ് ആയിരുന്നു ഞാൻ. അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി, ആ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി ഞാൻ എന്താണ് പോസിറ്റീവായിട്ട് മാറി. ഇപ്പോ എന്നിൽ വന്ന വലിയൊരു ചേഞ്ച് അത് തന്നെയാണ് ഞാൻ ഒരിക്കലും പറയുന്നത്. ആ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഇച്ചിരി കൂടി ഇൻക്രീസ് ആയി. അപ്പൊ എപ്പോഴും നമുക്ക് എന്താണോ നമ്മളിലുള്ളത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ദൈവത്തിനോട് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരും, നമ്മുടെ മുന്നിൽ വരുന്നവരൊക്കെ എന്താ പറയുക, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവം തന്നെയാണ്. നമ്മൾ അത്രയും സഹായിക്കുന്നവരും അത്രയും ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പൊ അതിനോടൊക്കെ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. അപ്പൊ നമ്മുടെ ഫ്രീക്വൻസി ലെവല് ഹൈ ആയിട്ടിരിക്കും എപ്പോഴും. പിന്നെ നമ്മൾ ഉണ്ടാവേണ്ടത് ഫോർഗീവ്നെസ്. നമ്മൾ ക്ഷമിക്കാൻ പറ്റണം. മനുഷ്യരല്ലേ തെറ്റ് ചെയ്യുള്ളൂ. ആ തെറ്റ് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് അവരത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റണം. ആരോടും ദേഷ്യം വെച്ചുകൊണ്ടിരിക്കേണ്ട. എല്ലാവരോടും നമ്മൾ സ്നേഹമാണ് എങ്കിൽ നമ്മുടെ ഹൈ ഫ്രീക്വൻസി ലെവലിലായിരിക്കും നമ്മളെപ്പോഴും. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, നമുക്ക് ഒന്നിനും ഒരു കുറവ് ഫീൽ ചെയ്യുന്നില്ല, എല്ലാത്തിലും നമുക്ക് സംതൃപ്തിയാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവരായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആരോടും ദേഷ്യമില്ല. ആ ദേഷ്യത്തിന് കാരണം നമ്മൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അവരെന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ദേഷ്യമൊക്കെ തോന്നുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അത് അവരുടെ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അത്രയും അവർക്ക് അതിനുള്ള കാര്യപ്രാപ്തിയുള്ളൂ, അതുകൊണ്ടായിരിക്കും അവർ നമ്മളോട് ഇത് പറയുന്നത്. അതിനവരോട് നമ്മൾ ഒരു ദേഷ്യം വെച്ചുകൊണ്ടിരിക്കേണ്ട. ആരോടും ദേഷ്യമില്ലാതെ വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ മൈൻഡ് വളരെ കാം ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്, എന്താണോ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ റിസൾട്ട് നമ്മളിലേക്ക് എത്തിക്കും. അപ്പോ ഹൈ ഫ്രീക്വൻസി ലെവൽ ആവാൻ വേണ്ടി നമ്മൾ 3 കാര്യം ചെയ്യണ്ടു. ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? എങ്ങനെ ഇരിക്കണം? വിഷ്വലൈസേഷൻ അല്ല മാം, നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, ഫോർഗീവ്നെസ് ആയിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം. ഓക്കെ, കറക്റ്റ്, വെരി ഗുഡ് ആണ്. ഓക്കെ. അപ്പൊ ഈ ഹൈ ഫ്രീക്വൻസിയിലാവാൻ ശ്രമിക്കുക. ഇനി അതിനോടൊപ്പം തന്നെ ഞാൻ ലോ ഫ്രീക്വൻസിയും കൂടി ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ദേഷ്യം ഉണ്ടാവാം, എപ്പോഴും നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, മറ്റൊരു ഗിൽറ്റി ഫീലിങ്, എപ്പോഴും നമുക്ക് ഒരു എന്താ പറയുക, ഒരു കുറച്ചിൽ അല്ലെങ്കിൽ ഒരു നാണക്കേട് അല്ലെങ്കിൽ ഒരു എപ്പോഴും വിഷമം, സങ്കടം, ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? ലോ ഫ്രീക്വൻസി ലെവലായിരിക്കും. അപ്പൊ ഈ ദേഷ്യവും സങ്കടവും വിഷമോ വെറുപ്പും ഈ എന്താ ഇൻഫീരിയർ കോംപ്ലക്സ് അതന്നെ. അങ്ങനെ ആയിരിക്കുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ ലോ ഫ്രീക്വൻസിയിലായിരിക്കുമ്പോ ആ ഒരു ഫ്രീക്വൻസി തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും കൊടുക്കുക.
ഇപ്പൊ ഞാൻ സങ്കടപ്പെട്ട് വിഷമിച്ച് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നവരോടൊക്കെ ഞാൻ അത് തന്നെയാണ്. നമ്മളൊരു റോസാപ്പൂവ് നല്ല മനോഹരമായ റോസാപ്പൂവ് എങ്ങനെയാണോ എങ്കിൽ അതുപോലെ നല്ല ഭംഗിയുള്ള റോസാപ്പൂ, നല്ല സുഗന്ധമുള്ള റോസാപ്പൂ ആണെങ്കിൽ അതായിരിക്കും അത് പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഞാനിപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് നല്ല പീസ്ഫുൾ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നവർക്കൊക്കെ എനിക്കത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെപ്പോഴും ഹൈ ഫ്രീക്വൻസിയിലായിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് സങ്കടം വരുമ്പോ, വിഷമം വരുമ്പോ ഒന്ന് ചിന്തിക്കുക, എന്തിനാണ് ഈ സങ്കടം, എന്തിനാണ് ഈ വിഷമം, എന്തിനാണ് ഈ ദേഷ്യം, ഇതുകൊണ്ട് ആർക്ക് ഗുണം, എനിക്കാണോ അതോ മറ്റുള്ളവർക്കാണോ? ഒന്ന് ചിന്തിക്കുക, ഒരു നിമിഷം ചിന്തിക്കുക. നമ്മൾ ലോ ഫ്രീക്വൻസിയിലാണെന്ന് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കാം. ആ മനസ്സിലാക്കുമ്പോൾ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. ലോ ഫ്രീക്വൻസിയിൽ നിന്ന് ഒന്നങ്ങോട്ട് ചാടാം, ഒന്ന് ജമ്പ് ചെയ്യാം. എവിടേക്ക്? ഹൈ ഫ്രീക്വൻസിയിലേക്ക്. എന്നിട്ട് നമ്മൾ ചിന്തിക്കാം, എന്തൊക്കെ നമുക്ക് നന്മകളുണ്ട്, എന്തൊക്കെ നല്ല സൗഹൃദങ്ങളുണ്ട് എന്നുള്ളത് ഒരു നിമിഷം ചിന്തിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ്, പീസ്ഫുൾ ആവാം. അപ്പൊ നമ്മുടെ ഈ സബ് കോൺഷ്യസ് നമുക്ക് വേണ്ടതെല്ലാനും എന്താണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്താണോ നമ്മളുടെ ലക്ഷ്യം, എത്ര ഉയരങ്ങളിലുള്ള ലക്ഷ്യങ്ങളിലേക്കും നമുക്ക് എത്തിപ്പിടിക്കാൻ, എത്തിച്ചേരാൻ. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കാണുന്നതാണ് എന്ത് തെറ്റ്, വലിയ വലിയ സ്വപ്നങ്ങൾ കാണാം. അത്രയും പവർഫുൾ ആക്കിയിട്ടാണ് നമ്മളെ ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ആ പവർ ഹൗസ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഹൗസ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിക്കാനുള്ളതൊന്നും ആയിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താണ്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. വളരെ മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ നമ്മളുടെ മനസ്സിന്റെ സബ് കോൺഷ്യസ് അത് വിനീത മാമിന് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ എനിക്കും ഇതേപോലുള്ള നെഗറ്റീവ് തോട്ടുകളും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു തീർച്ചയായിട്ടും ഒരു ടേക്ക് അവേ സെഷൻ തന്നെയാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള സെഷനുകൾ കേൾക്കുന്ന സമയം കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം സാർ, നേരത്തെ കേട്ടില്ല, കുറച്ച് വിട്ടു പോകണം. ഓക്കെ, ഫൈൻ. ആരെങ്കിലും മാമിന്റെ ഈ പറയാൻ വേണ്ടി ആരെയും പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് വരാം. താങ്ക് യു. പോയി ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് നമസ്കാരം. വളരെ നല്ല സെഷൻ. വിനീത് മാമിന്റെ ആദ്യത്തെ സെഷൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. വളരെ സ്മൂത്ത് ഫ്ലോ ആണ്. അതിന്റെ കണ്ടിന്യൂറ്റിയോ അതിന്റെ ഫ്ലോനോ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിട്ടില്ല, ഒരു ഹിൻഡ്രൻസും ഇല്ല. അതിന്റെ ഒഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മള് വേർഡ്സ്വർത്ത് കവിതയെ കുറിച്ച് പറഞ്ഞ പോലെ ആ വാക്കുകൾ എനിക്ക് ഓർമ്മ വരികയാണ്. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ്. ഇവിടെ പറയേണ്ട കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു ഫ്ലോ ആയിട്ടാണ് മാഡം ചെയ്തിട്ടുള്ളത്. പിന്നെ വാക്കുകൾക്ക് വേണ്ടി തിരയുകയോ പരതുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഇരുത്തം വന്ന ഒരു ട്രെയിനറുടെ എല്ലാവിധ പിന്നെ ക്വാളിറ്റീസും ഇന്നത്തെ പ്രസന്റേഷനിൽ കണ്ടു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തന്നെ ഫീൽ ചെയ്യുന്നു. യു ആർ ഡൺ എ ഗുഡ് ഹോംവർക്ക് മാഡം. Great. And you are going to become a very good trainer in yourself. All the very best from me. ഇംപ്രൂവ്മെന്റ് ഏരിയയും കൂടി പറയണം കേട്ടോ സാറേ. എല്ലാവരും എന്താണ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതെന്നും കൂടി. സാർ ഒരു വെരി ഗുഡ് ട്രെയിനർ അല്ല, വെരി ഗുഡ് ഇൻഫ്ലുവൻഷ്യൽ ട്രെയിനർ. മാഡം വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അവർ ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നല്ല ഗുണം വരുന്ന കാര്യങ്ങൾ മാഡത്തിന് റെഫർ ചെയ്യാൻ പറ്റുന്നുള്ള യാഥാർത്ഥ്യമാണ്. കേൾക്കുന്നില്ല സാർ, സൗണ്ട് കുറവാണോ? കുറവായിരുന്നോ? സൗണ്ട് കുറവായിരുന്നു സാർ.
ആവർത്തിക്കണോ? കേട്ടോ സെഷൻ വളരെ നന്നായിരുന്നു, വളരെ നല്ല സെഷൻ ആയിരുന്നു. നല്ല ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മളെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ വളരെ ഗംഭീരാവുന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. ഓക്കെ, കേട്ടിട്ടുണ്ടോ? ഓ കേട്ടു സാർ. താങ്ക് യു. താങ്ക് യു. ഓക്കെ ഓക്കെ, വെൽക്കം. ആരെങ്കിലും ഉണ്ടോ? ആ, ഞാൻ പറയുന്നുണ്ട്. എന്റെ പേര് ഷംല കരീം എന്നാണ്. ഞാൻ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആ, ഓക്കെ ഓക്കെ. വിനീത മാം സൂപ്പർ ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ വിനീതയുടെ ജീവിതത്തിൽ പകർത്തിയ കാര്യമാണെന്ന് എനിക്ക് നേരിട്ടറിയാം. അപ്പൊ വിനീത എന്നോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഇത് തന്നെ പറയാറുണ്ട്. പിന്നെ വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പറയും, വിഷ്വലൈസ് ചെയ്തിട്ട് അത് നേടിക്കഴിഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോ ഇതൊരു സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യമാണ്. അത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. പിന്നെ ഞങ്ങളുടെ ടീം സ്പാർക്കിന്റെ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ആക്റ്റീവ് ട്രെയിനറും കൂടിയാണ് വിനീത. അപ്പോ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും നല്ല ട്രെയിനിങ്ങുകൾ എടുക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ പറയാം. വിനീത സൂപ്പർ ഒരു സെക്ഷനാണ് എടുത്തത്. അതായത് നമ്മളെ പവർ ഓഫ് ഹൗസ്, ഈ ഹൗസ് എന്ന് പറഞ്ഞു കേട്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കി എന്താണ് ഈ പറയാൻ പോകുന്നത്. പിന്നെ ആ സന്യാസിയുടെ കഥ നമ്മൾ കൊണ്ടുവന്നില്ലേ, ആ കഥയിൽ കൂടെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പ്രവർത്തിക്കുന്ന രീതികളും പറഞ്ഞ് മനസ്സിലാക്കി തന്നു. വിനീതയ്ക്ക് എന്ത് കുറ്റമാണ് ഇതിനകത്ത് പറയാനുള്ളത്? ആദ്യം കണ്ട വിനീത മോളെ അല്ല ഇപ്പൊ സൂപ്പർ ഒരു സെക്ഷനാണ് എടുക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനയുടെ കാര്യവും ആ തലവേദന വരുമ്പോഴുള്ള കാര്യങ്ങളും അതൊക്കെ അങ്ങ് എടുത്തെടുത്ത് പറയാനൊന്നുമില്ല. നല്ലൊരു സെക്ഷൻ. നമ്മുടെ മൈൻഡ് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്ന് നമുക്കറിയാം എങ്കിൽ തന്നെയും അത് നല്ല ചിട്ടയോടും അടുക്കോടും കൂടി നമ്മുടെ മൈൻഡിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം അത് പറഞ്ഞ് മനസ്സിലാക്കി തന്ന വിനീത മാമിന് വിനീത മാം എന്ന് പറയാനൊക്കെ തന്നെ, വിനീത മോൾക്ക് എത്ര നന്ദി പറഞ്ഞാലും പോരാ. താങ്ക് യു. ഒന്നും ഞാൻ പറഞ്ഞോട്ടെ? സമയക്കുറവുണ്ട്. വേണ്ട, ഓക്കെ, കുഴപ്പമില്ല സാർ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നോ പ്രോബ്ലം. സാർ പറഞ്ഞോളൂ. സാർ പറഞ്ഞിട്ട് മതി, കുഴപ്പമില്ല. ഗുഡ് ഈവനിങ് ഓൾ. വിനിത ടീച്ചറെ, ഭയങ്കര ഗംഭീരമായ ഒരു സെഷൻ ആയിരുന്നു. കാരണം ഇത് കേട്ട് പരിചയമുള്ള ആളുകൾക്കും ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആളുകൾക്ക്, ഇപ്പൊ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഓക്കെ, പക്ഷെ കേട്ട് ഈ വിഷയം അറിയുന്ന ആൾക്കാർക്ക് പോലും അത് ഒരു നിമിഷം പോലും ശ്രദ്ധ മാറാതെ പിടിച്ചിരുത്താൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ശാന്തമായി, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ശാന്തമായി ഒഴുകി ആളുകളുടെ മനസ്സിലേക്കാണ് കയറി. ഒരു ട്രെയിനറുടെ വിജയം എന്ന് പറയുന്നത് അത് കേട്ടിട്ട് ഞാൻ ഇത് നാളെ മുതൽ അപ്ലൈ ചെയ്യും എന്ന് കേൾവിക്കാര് തീരുമാനം എടുക്കുമ്പോഴാണ് ആ ട്രെയിനർ സക്സസ്ഫുൾ ആവുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ തന്നെ തീരുമാനിച്ചു, ഞാൻ ചെയ്യാറുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും പാളിച്ച് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു മറ്റുള്ള ആൾക്കാർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. പിന്നെ ഐസ് ബ്രേക്ക്, ആ സന്യാസിയുടെ കഥ പറഞ്ഞത് നേരത്തെ മാഡം പറഞ്ഞതുപോലെ കറക്റ്റ് പവർ കൊടുക്കുന്ന സ്ഥലത്ത് പവർ കൊടുത്ത് എല്ലാം അത് നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ സ്വന്തം അനുഭവത്തിലൂടെ അത് പറയുമ്പോൾ കേൾവിക്കാർക്ക് അത് ഭയങ്കര വിശ്വസനീയമായി തോന്നും, അത് സത്യമാണെന്ന് തോന്നും, ഇതിനകത്ത് ഒരു കള്ളവുമില്ല എന്ന് തോന്നും. നാളെ തന്നെ വിനീത മാഡം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളും ചെയ്യണം എന്ന വല്ലാത്തൊരു ആവേശം നമുക്ക് തോന്നും. പിന്നെ നല്ല ഇരുത്തം വന്ന ഒരു പ്രകടനം, അതായത് വർഷങ്ങള് പരിചയമുള്ള ആളുകൾ ചെയ്യുന്ന പോലെ നല്ല ഇരുത്തം വന്ന ഒരു പ്രകടനമാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ പോരായ്മ എന്ന് പറയേണ്ട പ്രത്യേകിച്ചും തോന്നിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് കാര്യങ്ങൾ. ഇടയ്ക്ക് മൊബൈൽ ആയതുകൊണ്ടായിരിക്കാം, ഇടയ്ക്ക് കുറച്ച് പ്രാവശ്യം സ്ക്രീനിലേക്ക് നോക്കി, അപ്പൊ ക്യാമറയിലേക്ക് നോക്കുന്നത് ഇടയ്ക്ക് ഒന്ന് വിട്ടുപോകുന്നുണ്ടായിരുന്നു. മൊബൈൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, വിചാരിച്ച പോലെ ചിലപ്പോൾ അത് സംഭവിക്കാറുണ്ട്. പിന്നെ ലാസ്റ്റ് ആയപ്പോ ഷാള്, നമ്മൾ ഗ്രൂമിങ്ങിൽ ഷാൾ ഒന്ന് വേണമെങ്കിൽ പിന്നിട്ട് കുത്തി വെച്ചിരുന്നെങ്കിൽ ഇടയ്ക്ക് മാറ്റുന്നത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്ന്. അപ്പൊ ഗ്രൂമിങ് ആ സൈഡിലൊന്ന് ഒന്നും കൂടി ഓക്കെയാണ്. ലാസ്റ്റിൽ കുറച്ച് നേരത്തെ അതാ പ്രശ്നം ഉണ്ടായുള്ളൂ. അത്രയാണ് എനിക്ക് തോന്നിയത്. കൺഗ്രാറ്റുലേഷൻസ്, സോ ഗുഡ്, സൂപ്പർ, താങ്ക് യു സോ മച്ച് ഫോർ എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സർ. ആ ഇംപ്ലിമെന്റ് ഏരിയ പറഞ്ഞതിന് പ്രത്യേകം താങ്ക് യു. പിന്നൊരു കാര്യം ഞാൻ ഇടപെട്ടോട്ടെ. രണ്ട് കാര്യമുണ്ട്. ഇതിന്റെ ഒരു ഓട്ടോ താങ്ക്സ് നമ്മൾ ടീച്ചർ പറയുന്നതിന് മുമ്പ് സാർ ഒരു 1/2 മിനിറ്റ് പ്ലീസ്. ഗോപാലകൃഷ്ണൻ സാറേ,
ഒരു 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 സെക്കൻഡ് വേണം എനിക്ക്. ഞാൻ ഉഷ. അല്ല ടീച്ചർ സമയക്കുറവുണ്ട്, പെട്ടെന്ന് പറഞ്ഞു. ഒരൊറ്റ സെക്കൻഡേ പറയുള്ളൂ. 10 മണിക്ക് വിനിത മാം വളരെ അതിസുന്ദരിയായിട്ട് ഇരിക്കണു കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓവർ ടു അനിൽ പ്ലീസ്. ഞാനൊരു 30 സെക്കൻഡ്. പറയൂ. അവരുടെ ആ സ്റ്റാർട്ടിങ് സ്റ്റോറി വണ്ടർഫുൾ. ഓക്കെ, നല്ലൊരു ട്രെയിനറുടെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഈ ഉറങ്ങുമ്പോഴും അത് പ്ലാറ്റിനം ടൈമാണ്, ആൽഫ സ്റ്റേജിൽ വരുമ്പോഴാണ്. അപ്പൊ അതുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. അനദർ തിങ്, ഇപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് എല്ലാവർക്കും അറിഞ്ഞുകൂടാ, കോൺഷ്യസ് മൈൻഡ്. അപ്പൊ അത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. മനസ്സിലായി? കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. ഇതിപ്പോ ഇവിടെ ട്രെയിനേഴ്സ് ആണ് മിക്കവാറും മോസ്റ്റ് ഓഫ് ദം. അപ്പൊ അത് കൊണ്ട് നമ്മൾ അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യണം. ബട്ട് എങ്കിലും നല്ലൊരു മോട്ടിവേറ്റിംഗ് ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ടീച്ചറെ, ഒരു മിനിറ്റ് ഞാൻ ഇടപെടുകയാണ്. ടീച്ചർ ഒന്ന് ഈ പറഞ്ഞ വാക്കുകൾക്ക് ടീച്ചർ ചെറിയൊരു മറുപടി കൊടുത്തുകൊണ്ട് അതിനുശേഷം ടീച്ചർ വോട്ട് ഓഫ് താങ്ക്സ് പറയും. അതോടുകൂടി സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറക്കരുത്, എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 9 മണി മുതൽ ഈ സെഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ലിങ്ക് അറിയാം. അപ്പൊ എല്ലാവരും അടുത്ത ചൊവ്വാഴ്ച ഇതേമാതിരി നമ്മുടെ സെഷൻ എടുക്കുന്നത് നമ്മുടെ പ്രഭാകരൻ സാറാണ്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. Over to Vinitha ma'am, please. Just reply. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. എനിക്ക് പറയാനുള്ളത്, എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയി ഇവിടെ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. ഇനിയും ക്ലാസ് എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നുണ്ട്. നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. പിന്നെ ഇപ്പോ പ്രദീപ് സാർ പറഞ്ഞ സാറും ആ 2 കാര്യങ്ങളും ഇനി അടുത്തെടുക്കുന്ന സെഷനിൽ 45 മിനിറ്റ്സ് എന്നുള്ള ഒരു സമയക്കുറവ് വരുമെന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും അടുത്തതില് ഇത് രണ്ടും കറക്റ്റ് ചെയ്ത് വരാം. കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യാം. അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഗോപാലകൃഷ്ണൻ സാർ ഒത്തിരി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വലിയൊരു കോർഡിനേറ്റർ ആയിട്ട് എത്ര നന്ദി പറഞ്ഞാലും സാറിനോട് പോരാ. അതുപോലെ തന്നെ സിയോജ് സാറ് നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഇത്ര പേര് വന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും PPT ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഗ്രൂപ്പിലിടാം. ഞാൻ ചെയ്ത ഒരു PPT എന്താന്നുള്ളത് ഞാൻ ഗ്രൂപ്പിലിടാം. അപ്പൊ അതിന്റെ ഒരു കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് ക്ഷമിക്കണം. എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി നന്ദി പറയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. Over to ജിഷ ടീച്ചറെ, വോട്ട് ഓഫ് താങ്ക്സ്. ഗുഡ് ഈവനിങ് ടു ഓൾ. ബഹുമാനപ്പെട്ട പോസിറ്റീവ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ഭാരവാഹികൾ, മറ്റു പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ സ്റ്റെപ്പിന്റെ ആദ്യത്തെ ഒരു തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ കാലുവയ്പ്പിനെ വിനീത ടീച്ചർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെഷൻ അധ്യക്ഷം വഹിച്ച നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂൺ സ്റ്റേറ്റ് ചെയർമാൻ അനിൽ കുരിശിങ്കൽ സാറിനോട് ആദ്യമായി നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റെപ്പ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മെന്റർ, നമ്മുടെ എല്ലാമായ ജോജോ സാറിനോടും പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ ബാക്കി എല്ലാ സ്റ്റേറ്റ് ലീഡേഴ്സ്, ഷഷാദ് സാറുണ്ട്, വിജയ് സാറുണ്ട്, പ്രസാദ് സാർ, എല്ലാവരോടും നന്ദി പറയുകയാണ്. അതുകൂടാതെ നമ്മുടെ ഈ ഒരു കോർഡിനേഷൻ, ഈ സ്റ്റെപ്പിന്റെ ആദ്യത്തെ കോർഡിനേഷൻ ഇവിടെ ഭംഗിയായിട്ട് നടത്തിയ നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ PD ആയ സിയോ സാർ നന്നായിട്ട് മനോഹരമായിട്ട് PD ആയി ആദ്യമായിട്ടാണെന്നാ തോന്നുന്നത് സാറ്. അപ്പോൾ ഏറ്റവും നന്ദി പറയാണ്. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, പവർ ഹൗസ് ആണ് മാമിന്റെ ടോപ്പിക്. അത് പവർഫുൾ, ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് തന്നെ, നമ്മുടെ സ്റ്റെപ്പാണ് പ്രോഗ്രാം. അപ്പൊ അതൊരു പവർഫുൾ സ്റ്റെപ്പാക്കി മാറ്റിയ വിനീത മാം, മനോഹരമായി ക്ലാസ് എടുത്ത വിനീത മാമിനോട് നന്ദി പറയാണ്. പിന്നെ ബാക്കി എല്ലാവരോടും ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും നമുക്ക് അടുത്ത ചൊവ്വാഴ്ച കാണാം. വേറെ മനോഹരമായ ടോപ്പിക്കുമായി നമ്മുടെ SG ബാച്ചില് മറ്റൊരു പാർട്ടിസിപ്പന്റ് തീർച്ചയായിട്ടും കാണാനുണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പൊ തന്നെ അത് ബ്ലോക്ക് ചെയ്ത് വെക്കുക 9 മണിക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night. Thank you. Good night.